കടുംപിടുത്തക്കാരനാണെങ്കിലും അങ്ങോട്ട് വിരട്ടിയാൽ മമ്മൂക്ക പേടിച്ചു പോകും. പൊതുവിൽ പുള്ളിയൊരു വല്യേട്ടനാണ്. നടൻ മമ്മൂട്ടിയുടെ വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിന് ഇടയുണ്ടായ വിവാദത്തിലും തുടർന്നുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ചും ആദ്യമായി പ്രതികരിച്ച് മന്ത്രിയും നടനുമായ ഗണേഷ് കുമാർ. വയനാട് ടൗൺഷിപ്പിൽ വെച്ച് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖിനോട് മമ്മൂട്ടി അതൃപ്തി പ്രകടിപ്പിച്ച സംഭവം നേരത്തെ വിവാദമായിരുന്നു. ഒരാളുടെ വായിൽ നിന്നും ഒരു മിസ്റ്റേക്ക് വീണാൽ അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. കടുംപിടുത്തക്കാരനാണ് മമ്മൂക്ക എന്നൊക്കെ പറയുമെങ്കിലും അങ്ങോട്ട് പേടിപ്പിച്ചാൽ പേടിയാണെന്നും പാവമാണെന്നും മന്ത്രി പറഞ്ഞു. മമ്മൂക്കയ്ക്ക് എതിരെ നടന്ന സൈബർ അറ്റാക്ക് അനാവശ്യമായിരുന്നുവെന്നും ഓരോരുത്തർക്കും ഓരോ നേച്ചറല്ലേ, അദ്ദേഹത്തിൻ്റെ നേച്ചർ അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു. അതൊരു തെറ്റിദ്ധാരണ പരത്തി. അതൊന്നും സാരമില്ല, പോട്ടെ, അദ്ദേഹം അത്രയും വലിയ മനുഷ്യനല്ലേ. മലയാള സിനിമയ്ക്ക് എത്ര വലിയ സംഭാവനകൾ നൽകിയ ആളാണ്. അയാളുടെ വായിൽ നിന്നും ഒരു മിസ്റ്റേക്ക് വീണാൽ അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. പ്രായമുള്ള ആളാണ്, അദ്ദേഹം മുതിർന്ന ആളാണ്, അദ്ദേഹം അത് പറഞ്ഞു. അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് വ്യാഖ്യാനിക്കാൻ ഞാൻ ആളല്ല. അദ്ദേഹം കേരളത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ അഭിമാനമായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ച് അനാവശ്യ ചർച്ചകൾ പാടില്ല. അതൊക്കെ അങ്ങ് വിട്ടേക്കുക. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജില്ലാ സെക്രട്ടറിക്കും ഒന്നും സംഭവിക്കാനില്ല, അദ്ദേഹത്തിനും ഒന്നും സംഭവിക്കില്ല. ജില്ലാ സെക്രട്ടറി അല്ലാതെ ആവുന്നില്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും, മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടും. മമ്മൂക്കയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമായി തോന്നിയിരുന്നില്ല. പുള്ളി മുഖത്ത് നോക്കി ഇതുപോലെ ഓരോ കാര്യങ്ങൾ അങ്ങനെ പറയും. അത് അത്ര സീരിയസ് ആയി എടുക്കേണ്ടതില്ല. ദുഷ്ടലക്ഷ്യത്തോടെ പറയുന്നതല്ല, ദുഷ്ടലാക്കൊന്നുമില്ല, വെറുതെ അങ്ങ് പറയുന്നതാണ്. കടുംപിടുത്തക്കാരനാണ് മമ്മൂക്ക എന്നൊക്കെ പറയുമെങ്കിലും അങ്ങോട്ട് പേടിപ്പിച്ചാൽ പേടിയാണ്, പാവമാണ്, നമ്മൾ വിചാരിക്കുന്നയാളല്ല. ഇങ്ങോട്ട് വിരട്ടുകയൊക്കെ ചെയ്യുമെങ്കിലും അങ്ങോട്ട് ആരെങ്കിലും വിരട്ടിയാൽ പുള്ളി പേടിച്ചു പോകും. ദുഷ്ടനൊന്നുമല്ല, പാവമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിസ്സാരമായി വിടണം, അല്ലാതെ അധിക്ഷേപിക്കേണ്ടതില്ല. ആ വിഷയം സംസാരിക്കേണ്ടതില്ല, ചർച്ച ചെയ്യേണ്ടതില്ല, വിട്ടേക്കുക. അദ്ദേഹം ഒരു വല്യേട്ടനാണ്. സിനിമയിൽ കാണുന്ന വല്യേട്ടൻ മാത്രമല്ല, പൊതുവിൽ ഒരു വല്യേട്ടനാണ്. എല്ലാവരെയും പുള്ളി അങ്ങനെ അങ്ങ് വിരട്ടും എന്നും ഗണേഷ് കുമാർ പറഞ്ഞു. നിരവധി സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളവരാണ് ഗണേഷ് കുമാറും മമ്മൂട്ടിയും. പക്ഷേ മോഹൻലാലിനോട് ഉള്ളതുപോലെ അടുപ്പം മമ്മൂട്ടിയും ഗണേഷ് കുമാറും തമ്മിലില്ല. മമ്മൂക്കയുടെ ഏറ്റവും വലിയ ആരാധകനാണ് ഞാൻ. പക്ഷേ പുള്ളിക്ക് എന്നെ അത്ര ഇഷ്ടമില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല, കാരണവും മനസ്സിലായില്ല. പക്ഷെ ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന ആളിനെ എൻ്റെ റോൾ മോഡലായും നടൻ എന്ന നിലയിലും കണ്ടിട്ടുള്ള ഒരാളായിരുന്നു. ഞങ്ങളിപ്പോൾ അഭിനയിച്ചിട്ട് 20 വർഷത്തിൽ അധികമായി എന്നായിരുന്നു ഗണേഷ് കുമാർ മുമ്പൊരിക്കൽ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. അമ്മയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ പോലും ഇരുവരും മിണ്ടാറില്ലത്രേ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ ടോപ്പ് 10 മലയാളം.